എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫിനാൻഷ്യൽ ലിറ്ററസിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എന്നാൽ അത് നമ്മുടെ സ്ഥിരം മോഡിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് എൻ്റെ ചില പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് സംസാരിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ആളുകളുടെ മെസ്സേജുകൾ ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട് വരികയുണ്ടായി. പല ഡൗട്ടുകളൊക്കെ ഉണ്ട്. ചില ആളുകൾക്ക് ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ധാരണയൊന്നുമില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സ്കൂൾ, കോളേജ്, വീട് അവിടെ നിന്നൊന്നും ബേസിക് ഫിനാൻഷ്യൽ ലിറ്ററസി നമുക്ക് തരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നില്ല. ഈ ക്രെഡിറ്റ് കാർഡുകൾ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വേറൊരു സംഗതി കൂടിയുണ്ട്. ഇത് എല്ലാ ആളുകൾക്കും അനുവദിച്ച് കിട്ടുന്ന ഒരു സൗകര്യമല്ല. ക്രെഡിറ്റ് കാർഡുകൾ ഒരു സൗകര്യമാണ് എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. എന്താണ് ക്രെഡിറ്റ് കാർഡുകൾ? അതിന്റെ പോസിറ്റീവ്സിനെ കുറിച്ചിട്ട് മാത്രം സംസാരിച്ചാൽ മതി. മുന്നേ ഒരു വീഡിയോയിൽ അതിന്റെ നെഗറ്റീവുകൾ എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ അത് നെഗറ്റീവ്സ് അല്ല, അതൊരു വ്യക്തിയുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലായ്മ കൊണ്ടുണ്ടാവുന്ന സംഗതിയാണ്. ക്രെഡിറ്റ് കാർഡുകൾ നമ്മുടെ കയ്യിലേക്ക് തരുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം, ചെയ്യേണ്ടാത്ത കാര്യം ചെയ്യാനായിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് കാർഡിന്റെ കുറ്റമാണോ നമ്മുടെ കുറ്റമാണോ? നമ്മളുടെ പർച്ചേസുകൾ നമ്മളുടെ പരിധിയിലല്ലാതെ നമ്മൾ ഇമ്പൾസ് പർച്ചേസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് കാർഡിന്റെ പ്രശ്നമാണോ നമ്മുടെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണോ? നമ്മുടെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. ലോകത്ത് നമ്മളെ പ്രലോഭിപ്പിക്കുന്ന, നമ്മളെ പർച്ചേസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ടി വിയിൽ കണ്ട പരസ്യമാണ് നിങ്ങളെ ആ ഒരു സാധനം വാങ്ങാനായിട്ട് പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് പരസ്യമെല്ലാം തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പരസ്യം എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് കണ്ടെത്തി മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന ഒരാൾക്ക് വലിയൊരു സാധ്യതയാണ്. ആ ഒരു പരസ്യം റൺ ചെയ്യുന്ന മീഡിയ കമ്പനിക്ക് വലിയൊരു സാധ്യതയാണ്. ഈ പരസ്യം ഉള്ളതുകൊണ്ട് കച്ചവടം കൂടും. കച്ചവടക്കാർക്ക്, റീറ്റെയിലേഴ്സിന് വലിയൊരു സാധ്യതയാണ്. ഇതേപോലെ നമ്മുടെ ചുറ്റും പല സാധ്യതകളുണ്ട്. നമ്മൾ പേടിയോടെ അവിടെ നിന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാറി അവിടെ തന്നെ നിൽക്കേണ്ടി വരും. നമ്മൾക്ക് ആ ഒരു സാധ്യതയെ ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇനി ക്രെഡിറ്റ് കാർഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വലിയൊരു സാധ്യതയാണ്. നിങ്ങൾ ഒരു സെൽഫ് എംപ്ലോയിഡ് ബിസിനസ്സുകാരനാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു റീറ്റെയിലർ ആണെന്ന് വിചാരിക്കുക. ക്രിസ്മസ് സീസണാണ്, നല്ല കച്ചവടമൊക്കെ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡൊന്നുമില്ല. അപ്പോൾ സാധാരണയായിട്ട് ഒരു കുടുംബം നടത്തുന്ന ആളുടെ കയ്യിൽ ഒരു മാസത്തെ ചെലവുകൾക്കായി കുറേ തുക മാറ്റി വെച്ചിട്ടുണ്ടാവും. അതിൽ ഗ്രോസറി ഉണ്ടാവും, വണ്ടിയുടെ ഫ്യൂൽ ഉണ്ടാവും, മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ അതുണ്ടാവും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ എല്ലാം നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. എല്ലായിടത്തും നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ക്യാഷ് കൊടുക്കുന്ന പരിപാടി വളരെ കുറവാണ്. ഒരു ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ 10-25,000 രൂപ നീക്കിയിരിപ്പുണ്ട്. അയാൾ ഒരു റീറ്റെയിലർ ആണ് എന്നുണ്ടെങ്കിൽ, നല്ല സീസണാണ്, കച്ചവടമുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കച്ചവടം, ലാഭം അയാൾക്ക് കിട്ടും. പക്ഷെ സംഭവിക്കുന്ന എന്താണ്? ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വീട്ടു ചെലവുകൾ നടക്കില്ല. ഇവിടെയൊക്കെയാണ് നമ്മളുടെ ചെലവുകളെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് സൗകര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ കിട്ടുന്ന ബെനിഫിറ്റ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും ഗുണകരമായിട്ട് തോന്നുന്ന ഒരു പരിപാടിയാണ് പലിശയില്ലാത്ത കുറേ ദിവസങ്ങളിലേക്ക് റോൾ ചെയ്യാനായിട്ട് ഒരു പൈസ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ക്രെഡിറ്റ് കാർഡുകൾ നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. ക്രെഡിറ്റ് കാർഡുകൾക്ക് ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ ചെലവഴിക്കുന്ന പൈസ 30 ദിവസം കഴിഞ്ഞ് തിരിച്ചടച്ചാൽ മതി, ഇൻട്രസ്റ്റും ഇല്ല. 30 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചടയ്ക്കുന്നില്ല, ഇതിനകത്തെ കുറച്ച് പൈസ എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇൻട്രസ്റ്റ് വരുന്നത്. അവിടെ വലിയൊരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വരികയും ചെയ്യും. എന്നാൽ കൃത്യമായിട്ടുള്ള ഐഡിയ ഉള്ളവന്, ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ പോലെയൊക്കെ കാര്യങ്ങളെ സമീപിക്കുന്ന ഒരാൾക്ക് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു ഗംഭീര ബെനിഫിറ്റ് ഉള്ള പരിപാടി തന്നെയാണ്. ക്രെഡിറ്റ് കാർഡ് എല്ലാ ആളുകൾക്കും കിട്ടുന്ന ഒരു സാധ്യതയല്ല. ക്രെഡിറ്റ് കാർഡ് ഒരു പ്രിവിലേജ് ആണ്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ വേണ്ടിയുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഏജ് എന്ന് പറയുന്നത് 21 മുതൽ 60 വയസ്സ് വരെ ആയിരിക്കണം. സിവിൽ സ്കോർ എന്ന് പറയുന്നത് 730 മുകളിലായിരിക്കണം. എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് അയവൊക്കെ ഉണ്ട്. സാലറിഡ് ആയിട്ടുള്ള ആളുകൾക്കും സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും ക്രെഡിറ്റ് കാർഡ് ലഭ്യമാണ്. മുന്നേയൊക്കെ ക്രെഡിറ്റ് കാർഡ് കിട്ടാനായിട്ട് വലിയ കഷ്ടപ്പാടായിരുന്നു. ഇപ്പോൾ 25,000 രൂപ മിനിമം സാലറി ഉള്ള ആളുകൾക്കും ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആകും. 3 ലക്ഷം ഒക്കെ ആനുവൽ ടേൺ ഓവർ ഉള്ള ബിസിനസ് ഓണേഴ്സിനും ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആകും. ഇതുവരെ ഒരു ലോണും എടുക്കാത്ത ആളുകൾക്ക് ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആകാനായിട്ട് പാടാണ്. അത് ബാങ്കുകളുടെ സ്വന്തമായിട്ടുള്ള ഡിസിഷന്റെ പുറത്ത് മാത്രമേ ലഭിക്കത്തുള്ളൂ. തുടക്കക്കാർക്കും എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന, മികച്ചത് എന്ന് എനിക്ക് തോന്നിയ, ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത 5 ക്രെഡിറ്റ് കാർഡുകളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ട്. ആ ഒരു ലിങ്കിൽ നിന്ന് നിങ്ങൾ മാറിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വന്ന് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി. അവിടെ എനിക്ക് എടുത്തു പറയാനായിട്ടുള്ള ഒരു സംഗതി, SBIയുടെ ക്രെഡിറ്റ് കാർഡ് അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാര്യം നല്ല ക്രെഡിറ്റ് കാർഡാണ്. പക്ഷെ അവർ കാര്യമായി നമ്മളെ വിളിച്ച് വെറുപ്പിക്കുന്ന കസ്റ്റമർ കെയർ ഏജൻസ് ഉള്ള ആളുകളാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക. അത് ഓഫ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എന്നെ ഇപ്പോൾ വിളിക്കാറില്ല, ഞാൻ കുറേ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കും ആദ്യം ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ പറയുന്നത് വലിയ പേടിയായിരുന്നു. പക്ഷേ ആദ്യത്തെ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്ത സമയത്ത് അതിൻ്റെ ബെനിഫിറ്റ്സ് അനുഭവിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു വലിയ സാധ്യതയാണ്. ഈ ഗൂഗിൾ പേ ഒക്കെ വന്ന സമയത്ത് തന്നെയാണ് ഞാൻ ക്രെഡിറ്റ് കാർഡ് ആദ്യമായിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ എക്സ്പെൻസുകൾ, എൻ്റെ ഫ്യൂൽ എക്സ്പെൻസുകൾ മുഴുവൻ ഇങ്ങനെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ വരികയാണ്.
ടാക്സ് ഒക്കെ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് വലിയ ഒരു കെട്ട് പേപ്പർ നമുക്ക് കൊണ്ടു കൊടുക്കേണ്ടി വരും. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡിന്റെ ഒരു സാധ്യത കണ്ടെത്തിയത്. ക്രെഡിറ്റ് കാർഡിന് എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. എക്സ്പെൻസ് മുഴുവൻ ക്രെഡിറ്റ് കാർഡിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കറന്റ് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്, അവിടെയുള്ള അനാവശ്യമായിട്ടുള്ള ട്രാൻസാക്ഷൻ എൻട്രി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് എക്സ്പെൻസിന് വേണ്ടിയും ചെലവുകൾക്ക് വേണ്ടിയും ഉള്ളതായതുകൊണ്ട് ചെലവ് എത്രയാണെന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് നമ്മളെപ്പോഴും ചെലവുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി അക്കൗണ്ടിൽ നിന്ന് നമ്മളെപ്പോഴും ചെലവുകൾക്ക് വേണ്ടി കോഡ് സ്വൈപ്പ് ചെയ്യുകയാണ് അല്ലെങ്കിൽ UPI ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അതായിരുന്നു ഞാൻ ആദ്യം കണ്ടെത്തിയ ഒരു സാധ്യത. പിന്നീടാണ് മറ്റൊരു സാധ്യത എനിക്ക് മനസ്സിലായത്. ഈ ക്രെഡിറ്റ് കാർഡ് കംപ്ലീറ്റ്ലി എനിക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിനിങ് ഫീ ഉണ്ട്, ഇയർലി മെയിൻ്റനൻസ് ഫീ ഉണ്ടെന്നൊക്കെ കമ്പനി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഇയർലി സ്പെൻഡിങ് കാര്യമായി തന്നെ വർദ്ധിച്ചതുകൊണ്ട് എനിക്ക് അവർ മെയിൻ്റനൻസ് ചാർജ് അല്ലെങ്കിൽ ഇയർലി ഫീ കുറച്ച് തന്നു. അതുകൂടാതെ ഒരു ലാഭം എനിക്കുണ്ടായത് ഇതിൻ്റെ റിവാർഡ് പോയിന്റുകളാണ്. ഏകദേശം 1 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് കാർഡിൽ ഇയർ എൻഡിൽ ഞാൻ മുഴുവൻ കട കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് 15,000 രൂപയോളം എനിക്ക് റിവാർഡുകളും മറ്റുള്ള ലാഭങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ഇത് ക്രെഡിറ്റ് കാർഡിന്റെ ഒരു സാധ്യതയാണ്. എനിക്ക് കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റി. പിന്നീട് പല ടൈപ്പിലുള്ള ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചിട്ട് ഞാൻ മനസ്സിലാക്കി. എനിക്ക് ഏറ്റവും റിലീഫ് കിട്ടിയ മറ്റൊരു സാധ്യത ക്രെഡിറ്റ് കാർഡിൻ്റെത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നേയൊക്കെ മാസത്തിൻ്റെ ആദ്യം കിട്ടുന്ന ശമ്പളം മാസത്തിൻ്റെ പകുതി ആകുമ്പോഴത്തേന് തീരാറുണ്ടായിരുന്നു. അപ്പോൾ ചിലവുകൾക്ക് വേണ്ടി കൂട്ടുകാരുടെ അടുത്തു നിന്നൊക്കെ റോൾ ചെയ്യേണ്ടി വരാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നമ്മൾ കൊടുത്ത പൈസയിൽ നിന്ന് 500 പെട്രോൾ അടിക്കാൻ തായോ, 1000 തായോ, 300 ഇടുവോ എന്നൊക്കെ ചോദിക്കേണ്ടി വരാറുണ്ടായിരുന്നു. എന്നാൽ ക്രെഡിറ്റ് കാർഡ് വന്നപ്പോൾ ഉള്ളൊരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോടും കടം ചോദിക്കേണ്ട. ഇതൊരു വലിയ പ്രിവിലേജാണ്. കടം ചോദിക്കേണ്ട. നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നിട്ട് ഫ്യൂൽ അടിക്കാം, ചെലവുകൾ നടത്താം. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ചെലവുകൾ നടത്താനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു എക്സ്ട്രാ സീരിയസ്നെസ് വരികയും ചെയ്യും. നമ്മൾ കുറച്ചും കൂടെ ചെലവുകളൊന്ന് മോണിറ്റർ ചെയ്യുകയും ചെയ്യും. ഇതൊരു വലിയ സാധ്യതയാണ്. ആളുകൾ എടുത്തുനിന്ന് എപ്പോഴും 5-10 കടം വാങ്ങുന്നിടത്തോളം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം നമ്മളിൽ പല ആളുകൾക്കും ഇല്ല. ഇനി ഇതിൻ്റെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് റിവാർഡ്സ് ആണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അത് ബാങ്ക് ഓഫ് ബറോഡയുടെ ക്രെഡിറ്റ് കാർഡാണ്. എന്നാൽ പിന്നീട് അവരുടെ ഓഫറൊക്കെ കുറച്ചു. ഇപ്പം എനിക്ക് കൃത്യമായിട്ടുള്ള ലാഭം ഉണ്ടാവുന്ന ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ SBIയുടെ ക്രെഡിറ്റ് കാർഡിൽ ചില ട്രാൻസാക്ഷൻസിന് ഗുണമുണ്ട്. പിന്നെ ആക്സിസിൻ്റെ ക്രെഡിറ്റ് കാർഡ്, മൈസോൺ ക്രെഡിറ്റ് കാർഡിനൊക്കെ നല്ല ബെനിഫിറ്റ്സ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓരോ ആളുകളുടെ ചെലവുകൾ അനുസരിച്ചിട്ടാണ്. മൈസോൺ ക്രെഡിറ്റ് കാർഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വിഗ്ഗിയിലൊക്കെ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് 2,800 രൂപ വരെയൊക്കെയുള്ള ബെനിഫിറ്റ്സ് അവർ പറയുന്നുണ്ട്. അതൊരു വലിയ സാധ്യതയാണ്. പിന്നെ മൂവി ടിക്കറ്റിന് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നുള്ള ഓഫറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സോണി ലൈവ് സബ്സ്ക്രിപ്ഷൻ അതിലൂടെ ഫ്രീ ആണ്. അത് വെച്ച് നോക്കിയപ്പോഴത്തേനും മൈസോൺ ക്രെഡിറ്റ് കാർഡ് എനിക്ക് കഴിഞ്ഞ കൊല്ലം വലിയ ലാഭം തോന്നിയ ഒരു ക്രെഡിറ്റ് കാർഡാണ്. അല്ലെങ്കിൽ സോണി ലൈവ് ഒക്കെ നമ്മളങ്ങനെ എടുക്കുന്ന ഒരു OTT അല്ലല്ലോ. SBIയുടെ ക്രെഡിറ്റ് കാർഡിൽ ഡിക്കാത്തലോണിൻ്റെ വൗച്ചർ 5,000 രൂപയുടെ എങ്ങാണ്ട് വൗച്ചർ ഒരു വർഷം കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. ഓരോ ആളുകളുടെ സ്പെൻഡിങ് അനുസരിച്ചാണ് കേട്ടോ. എനിക്ക് കാര്യമായിട്ട് തന്നെ കാർഡ് സ്വൈപ്പിംഗ് പരിപാടി ഉള്ളതുകൊണ്ടാണ് ഞാൻ റിവാർഡുകളുടെ കാര്യം എടുത്തെടുത്ത് പറയുന്നത്. വീട്ടു ചെലവുകൾ മുഴുവൻ ക്രെഡിറ്റ് കാർഡിൽ നിന്നിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് മാസത്തിൻ്റെ അവസാനം ഒന്നിച്ച് അടയ്ക്കുകയാണ്. ഇടയ്ക്ക് ക്രെഡിറ്റ് കാർഡുകൾ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അത് ക്രെഡിറ്റ് കാർഡിൻ്റെ ബുദ്ധിമുട്ടല്ല, എൻ്റെ പേഴ്സണൽ ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഒരിക്കലും ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കാര്യമായി തന്നെ സ്പെൻഡ് ചെയ്തു. കാരണം കുറേ കാലമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് പ്ലാൻ ചെയ്ത് നന്നായിട്ട് നടത്താമെന്ന് കരുതി മാറ്റിവെച്ച ഒരു പരിപാടി ആയതുകൊണ്ട് ഒന്നും നോക്കിയില്ല, സ്പെൻഡ് ചെയ്തു. ആ ഒരു സമയത്ത് 1-2 മാസങ്ങളിലേക്ക് ഇപ്പോഴും ചില കാർഡുകളിൽ മിനിമം പേയ്മെൻറ്റ് മാത്രം അടയ്ക്കേണ്ടി വരാറുണ്ട്. അവിടെ വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇത്തിരി ഭീകരമായിട്ടുള്ള ഇൻട്രസ്റ്റ് തന്നെയാണ്. അവിടെയാണ് ഞാൻ മുന്നേ ഒരിക്കൽ പറഞ്ഞത്, അത് ആളുകൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പേഴ്സണൽ ലോൺ എടുത്തിട്ട് ഈ ക്രെഡിറ്റ് കാർഡിനേക്കാളും ഇൻട്രസ്റ്റ് കുറവുള്ള പേഴ്സണൽ ലോൺ എടുത്തിട്ട് ക്രെഡിറ്റ് കാർഡ് അടയ്ക്കുക എന്നുള്ളത്. ക്രെഡിറ്റ് കാർഡിൽ വലിയ കടമുണ്ട്, അത് വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ നഷ്ടമാണ്. നിങ്ങളുടെ കയ്യിൽ ഗോൾഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോൾഡ് പണയം വെച്ചിട്ട് ക്രെഡിറ്റ് കാർഡിൽ അടച്ചാലും അത് വലിയ ലാഭം തന്നെയാണ്. ഇത്ര ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളിൽ പല ആളുകളും വിചാരിക്കും ഇതൊക്കെ ഒത്തിരി എക്സ്പെൻസ് ഉള്ള ആളുകൾക്ക്, സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക്, ലൈഫ് സ്റ്റൈൽ പർച്ചേസുകൾ നടത്തുന്ന ആളുകൾക്ക്, വലിയ ഗ്രോസറി ഒക്കെ വാങ്ങുന്ന ആളുകൾക്ക് മാത്രം ഗുണകരമാവുന്ന ഒരു സംഗതിയാണ്. ഞങ്ങൾക്ക് എങ്ങനെ ഇത് ഗുണകരമാവും? എല്ലാ ആളുകൾക്കും ഇത് ഗുണകരമാവും. 21 വയസ്സെന്നുള്ളതാണല്ലോ അവർ മിനിമം ഏജ് പറയുന്നത്. 21 വയസ്സ് മുതൽ നമുക്ക് ധാരാളം ചിലവുകളാണ്. നിങ്ങൾക്കൊരു കുഞ്ഞ് ക്രെഡിറ്റ് കാർഡേ ഉള്ളെന്ന് വിചാരിക്കുക, 20,000 ക്രെഡിറ്റ് കാർഡേ ഉള്ളെന്ന് വിചാരിക്കുക. അത് റുപേ കാർഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് UPI ആപ്പുകളിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഗൂഗിൾ പേ വഴി നമ്മൾ 10 രൂപയ്ക്ക് ചായ കുടിക്കുന്ന സമയത്ത് അതും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കൊടുക്കാം. മാസത്തിൻ്റെ അവസാനം എത്ര രൂപയ്ക്ക് ചായ കുടിച്ചു എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള കണക്കുണ്ടാവും. ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് വരും. നിങ്ങൾ 50 രൂപയ്ക്കാണ് പെട്രോൾ അടിക്കുന്നത്, 100 രൂപയ്ക്കാണ് പെട്രോൾ അടിക്കുന്നുണ്ടെങ്കിൽ അതും ക്രെഡിറ്റ് കാർഡിൽ നിന്നും കൊടുക്കാം. ശമ്പളം വരുന്ന സമയത്ത് ഒന്നിച്ചങ്ങോട്ട് അടച്ചാൽ മതി. ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് എമർജൻസി ഫണ്ടിൻ്റെ കാര്യത്തിലാണ്. പലപ്പോഴും സാമ്പത്തിക വിദഗ്ധർ നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു സംഗതിയാണ്, നിങ്ങൾക്ക് എമർജൻസി ഫണ്ട് ഉണ്ടോ? നിങ്ങളുടെ ശമ്പളത്തിൻ്റെ 3 മടങ്ങ് നിങ്ങളുടെ കയ്യിൽ എമർജൻസി ഫണ്ട് ഉണ്ടോ? നമ്മളെ പോലെയുള്ള ആളുകളുടെ പലപ്പോഴും എമർജൻസി ഫണ്ടൊന്നും ഉണ്ടായിരിക്കില്ല.
എമർജൻസി ഫണ്ട് ശരിക്കും എമർജൻസി ഫണ്ടായിട്ട് തന്നെ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. പക്ഷേ എമർജൻസി ഫണ്ട് ഇല്ലാത്ത ആളുകൾക്കും ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാണ്. അല്ലെങ്കിൽ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസം മാത്രമേ നമുക്ക് ധൈര്യം ഉണ്ടാകത്തുള്ളൂ. മാസത്തിൻ്റെ 10 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ധൈര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വേണം. അത് ഓവർ ധൈര്യമായി ഓവർ കോൺഫിഡൻസ് ആകുമ്പോഴാണ് നമുക്ക് പണി കിട്ടുന്നത്. മാസത്തിൻ്റെ ഒരു മിഡിലൊക്കെ കഴിയുന്ന സമയത്താണ് വീട്ടിലൊരു ഹോസ്പിറ്റൽ എക്സ്പെൻസ് വരുന്നത് എന്ന് വിചാരിക്കാം. നമുക്ക് ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കത് മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. നമ്മുടെ പേരൻസിനോട് അങ്ങനെ പറയാൻ പറ്റില്ല. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കാൻ പറ്റില്ല. നമുക്ക് ആൾക്കാരോട് കടം വാങ്ങാനായിട്ട് മടിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഗുണം തന്നെയാണ്. മനസ്സമാധാനമാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക, അപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ നിന്നും പണം കൊടുക്കേണ്ടി വരില്ല. എന്നാൽ ചെറിയ ചെറിയ മെഡിക്കൽ എക്സ്പെൻസുകളൊന്നും ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യാറില്ല. പലപ്പോഴും OPD ആഡ് ഓൺ ഒക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ അത് ലഭിക്കാറുള്ളൂ. അതേപോലെ പല ആളുകളെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് വാഹനങ്ങൾക്ക് വരുന്ന മെയിൻ്റനൻസ്. എനിക്കൊക്കെ ഇടയ്ക്ക് നല്ല പണി കിട്ടാറുണ്ട്. ഞാനൊരു ടാറ്റയുടെ വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അത് വലിയ കുറ്റമൊന്നും ഞാൻ പറയത്തില്ല എന്നുണ്ടെങ്കിലും അതിന് വരുന്ന പണികൾ എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് പണിയാണ്, പ്രതീക്ഷിക്കാതെ വരുന്ന പണിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മാസത്തിൻ്റെ പകുതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടാവില്ല. ക്രെഡിറ്റ് കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ പണി തിറക്കാൻ വേണ്ടി പറ്റും? 10-20,000 ഒക്കെ ആയിരിക്കും ബില്ല് വരുന്നത്. നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ, നമുക്ക് പേയ്മെൻറ്റ് വരുമ്പോൾ നമുക്കതനുസരിച്ചിട്ട് അടുത്ത മാസം പിടിച്ച് ജീവിക്കാം. പക്ഷേ ഈ സാധനം പണി തിറക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ പൈസ വേണം. ആ സമയത്ത് ആളുകളോട് കടം വാങ്ങുന്നതിൽ നല്ലതാണ് നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുത്ത് പേ ചെയ്ത് പരിപാടി നടത്തുന്നത്. നിങ്ങളൊരു ബിസിനസ്സാണ് നിങ്ങളുടെ വണ്ടി കൊണ്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഓടാതിരുന്നാൽ നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം ഭീകരമായിരിക്കും. അപ്പോൾ അവിടെയൊക്കെയാണ് നമുക്ക് ഈ ഒരു സാധ്യത ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. അതേപോലെ പറയാൻ തോന്നുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് ഇത്തിരി പൈസ വേണം, ഒരു 50,000 രൂപ വേണം, അല്ലെങ്കിൽ 1,00,000 രൂപ വേണം. ഏത് ബാങ്കിൽ ചെന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ലോൺ കിട്ടും? നമ്മുടെ നാട്ടിലെ ബാങ്കുകളിലൊക്കെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഓൺലൈനായിട്ട് ഇൻസ്റ്റൻറ്റ് ലോൺ പരിപാടിയൊക്കെ പല ബാങ്കുകളും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് പ്രീ അപ്രൂവ്ഡ് ആയിട്ടൊക്കെ വരുന്ന ആളുകൾക്കാണ് പെട്ടെന്ന് കിട്ടുന്നത്. നമ്മുടെ നാട്ടിലെ നാഷണലൈസ്ഡ് ബാങ്കുകളൊന്നും അങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ ആളുകൾക്ക് പ്രീ അപ്രൂവ്ഡ് ഒന്നും കൊടുക്കാറില്ല. പക്ഷേ ക്രെഡിറ്റ് കാർഡുകൾ പല കമ്പനികളും നിങ്ങൾക്ക് ഈസി ആയിട്ട് തരും. ആ ഒരു ക്രെഡിറ്റ് കാർഡുകൾ നിങ്ങളുടെ കയ്യിൽ 50,000-ൻ്റെ 3 എണ്ണം ഉണ്ട് എന്നുണ്ടെങ്കിൽ 1,00,000 രൂപ നിങ്ങളുടെ കയ്യിൽ റിസർവ് ഫണ്ടുണ്ട്. നിങ്ങൾക്കതൊരു ഇൻസ്റ്റൻറ്റ് ലോൺ പോലെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് പൈസയ്ക്ക് അത്ര അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പൈസ എടുക്കാം. ATM വഴിയൊക്കെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ പിൻവലിക്കുന്ന സമയത്ത് വലിയ ചാർജസ് കൊടുക്കേണ്ടി വരും. ക്രെഡ് പോലെയുള്ള ആപ്പുകളിലൊക്കെ വാലറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് പൈസ പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ചാർജസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ലോണുകളെ, ചിട്ടികളെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ചിട്ടി എന്തിനാണ് ആശ്രയിക്കുന്നത്? ഒരു വലിയ തുക ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ കയ്യിൽ ആ ഒരു വലിയ തുക ഓൾറെഡി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ആവശ്യങ്ങൾക്ക് വേണ്ടി പോക്കറ്റിൽ സൂക്ഷിച്ചാൽ പോരെ? അത് ചിലവാക്കിയെങ്കിൽ മാത്രമല്ലേ പലിശ കൊടുക്കേണ്ടതുള്ളൂ. അതേപോലെ നമ്മുടെയൊക്കെ പല ആവശ്യങ്ങളും 10-15 ദിവസത്തേക്കുള്ളതൊക്കെ ആയിരിക്കാം. പക്ഷെ ഒരു ലോൺ ആവുന്ന സമയത്ത്, ഒരു ചിട്ടി ആവുന്ന സമയത്ത് അതൊരു ദീർഘ കാലയളവിലേക്കുള്ള ഒരു സംവിധാനമാണ്. നമ്മൾ എന്നും അതിൻ്റെ പുറകെ നിൽക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ബെനിഫിറ്റാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന മറ്റൊരു മെച്ചം എന്ന് പറയുന്നത് നല്ല ക്രെഡിറ്റ് പ്രൊഫൈൽ അവർക്കുണ്ടാവും, നല്ല സ്കോർ അവർക്കുണ്ടാവും. 300 മുതൽ 900 വരെയുള്ള ഒരു സ്കോറിനെയാണ് നമ്മൾ ക്രെഡിറ്റ് സ്കോർ എന്നൊക്കെ പറയുന്നത്. സിവിൽ സ്കോർ എന്ന് പറയുന്നത് ഒരു കമ്പനി, ക്രെഡിറ്റ് അസസ് ചെയ്യുന്ന ഒരു കമ്പനി നമുക്ക് നൽകുന്ന ഒരു സ്കോറാണ്. ആ ഒരു കമ്പനിയുടെ പേരാണ് സിവിൽ. എക്സ്പീരിയൻ എന്ന് പറയുന്നത് മറ്റൊരു കമ്പനിയാണ്. അവർ അസസ് ചെയ്യുന്ന ഒരു സ്കോറിനെ എക്സ്പീരിയൻസ് സ്കോർ എന്ന് പറയും. എന്താണെങ്കിലും ഇതിനെ ഓവറോൾ പറയുന്നത് ക്രെഡിറ്റ് സ്കോർ എന്നുള്ളതാണ്. കൃത്യമായി ക്രെഡിറ്റ് കാർഡ് എടുത്ത് മാസം ബില്ലടയ്ക്കുന്ന ഒരാൾ നല്ല ക്രെഡിറ്റ് പ്രൊഫൈൽ ഉള്ള ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളുടെ ആ ഒരു സ്കോർ കൃത്യമായി ഉയർന്നുകൊണ്ടിരിക്കും. നല്ലൊരു സ്കോർ നിങ്ങൾക്കുണ്ടാവും. അങ്ങനെ സ്കോർ ഉണ്ടാകുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണ്? നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ഹോം ലോൺ എടുക്കുന്ന സമയത്തോ കാർ ലോൺ എടുക്കുന്ന സമയത്തോ കിട്ടുന്ന ലോണുകളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നല്ല ക്രെഡിറ്റ് സ്കോറുള്ള ഒരാൾക്ക് നല്ല ഓഫേഴ്സ് വന്നുകൊണ്ടിരിക്കും. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റ് കുറച്ച് ലോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ ലാഭമാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് പ്രൊഫൈലുണ്ട്, നമുക്ക് നല്ലൊരു സ്കോറുണ്ട്, നമുക്ക് നല്ല സ്കില്ലുണ്ട്, നമ്മൾ സാധ്യതകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പൈസ ഇട്ട്, നമ്മൾക്ക് പാരമ്പര്യമായി കിട്ടിയ പൈസ ഇട്ട്, നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാങ്കുകൾ നമുക്ക് പൈസ തരും. ആ ഒരു പൈസ ഇട്ട് ബിസിനസ് ചെയ്യുക. ആ ഒരു ലാഭത്തിൽ നിന്നിട്ട്, തിരിച്ച് കിട്ടുന്നതിൽ നിന്നിട്ട് ലോൺ അടയ്ക്കുക. അവരുടെ പൈസ വെച്ചിട്ട് നമ്മൾ ബിസിനസ് ചെയ്ത് വാങ്ങി പോക്കറ്റിലിടുക. ഇതൊക്കെയാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്. സ്വന്തം പൈസയ്ക്ക്, സ്വന്തം കുടുംബം വിറ്റ പൈസയ്ക്ക്, സ്ഥലം വിറ്റ പൈസയ്ക്ക് ബിസിനസ് ചെയ്യുന്നതിനേക്കാളും സ്മാർട്ടായിട്ടുള്ള ആളുകൾ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് ഇത്തരത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ ലോണുകളെയാണ്, ക്രെഡിറ്റ് ഫെസിലിറ്റികളെയാണ്. ഏതായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകിയിരിക്കുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് ക്രെഡിറ്റ് കാർഡ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഞാൻ മുന്നേ പറഞ്ഞ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ ബാങ്കുകളുടെ, ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്.
അപ്പോൾ ആ ഒരു കാർഡൊക്കെ എടുത്തിട്ട് കൃത്യമായി തന്നെ നിങ്ങളുടെ പർച്ചേസുകളൊക്കെ അതിൽ നിന്നാക്കുക, കൃത്യമായി തന്നെ അടയ്ക്കുക, സാമ്പത്തിക അച്ചടക്കം പാലിക്കുക. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ക്രെഡിറ്റ് കാർഡുകളുടെ റിവാർഡിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, ഞാൻ പറഞ്ഞു. അത് ഹോം ലോൺ, അതേപോലെ തന്നെ കാർ ലോൺ പോലുള്ള കാര്യങ്ങൾ, ബിസിനസ് ലോൺ പോലുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ഉപകാരമായിട്ട് മാറും. ആർക്കാണ് എപ്പോഴാണ് ആവശ്യങ്ങൾ വരിക എന്നുള്ളത് അറിയില്ല. നമുക്ക് പറയാൻ പറ്റുമോ നമുക്ക് ലോണിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത്? നമ്മുടെ നാട്ടിലെ സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ കാര്യങ്ങൾ കേട്ടിട്ടില്ലേ? വലിയ കടക്കാരാണ് അവർ കടക്കാരാണ്, അവർ സമാധാനം ഇല്ലാതാണ് ഉറങ്ങുന്നതെന്നൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുമ്മാ പറയാം. അവരതൊന്നും ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല. കാരണം അവർ കടമെടുത്തിരിക്കുന്നത് അവരുടെ നിത്യജീവിതത്തിന് വേണ്ടിയല്ല, നിത്യ ചെലവുകൾക്ക് വേണ്ടിയല്ല. അവർ ഇങ്ങടേക്ക് വരുന്ന വരുമാനത്തിന് വേണ്ടി ഒരിടത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് അവരുടെ പണമല്ല, ബാങ്കുകളിൽ നമ്മളെ പോലെ നിഷ്ക്രിയ ആസ്തിയുള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്ത പണമാണ്. നമ്മൾ ആ ഒരു പണം എടുത്ത് ബിസിനസ്സിലേക്ക് ഇറക്കുന്നില്ല, അവരത് ഇറക്കുന്നുണ്ട്. അവരുടെ ബുദ്ധിയാണത്. അതുകൊണ്ട് അതുപോലെയുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക. തൊട്ട് താഴെയുള്ള ലിങ്ക് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാവുന്നതാണ്. നന്ദി.